ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800156 നന്ദു എവിടെയാ? ഞാൻ ഓഫീസിലാ. കുറച്ചധികം ഫയൽസ് ഒക്കെ നോക്കാനുണ്ട്. ദേവി ജോയിൻ ചെയ്തില്ലേ? ആ, ജോയിൻ ചെയ്തു നന്ദു. എന്താ ഒരു ഉഷാറില്ലാത്ത പോലെ? എങ്ങനെയുണ്ട് കാര്യങ്ങള്? ഹാപ്പി അല്ലേ നീ? പിന്നെ ഹാപ്പിയാ. പിന്നെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നേ, അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. എന്തിനാണോ ടെൻഷൻ? എന്ത് തൊഴിലായാലും സന്തോഷത്തോടെ ചെയ്യണ്ടേ? എന്നെ കണ്ട പഠിക്കേ. അവിടെ ഉള്ളവരൊക്കെ എങ്ങനെ? നല്ല ആളുകളാ. ജോലിയുടെ രീതികള്, സ്വഭാവം എല്ലാം പറഞ്ഞു തന്നു. എല്ലാരും നന്നായിട്ടാ പെരുമാറുന്നേ. ജോലിയൊക്കെ പഠിച്ചോ? തുടക്കല്ലേ, അതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാം പെട്ടെന്ന് പഠിക്കണം. സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ മരുമകളാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇതുവരെ ഇല്ലെന്നാ തോന്നുന്നേ. ആ, പിന്നെ ദേവി. നന്ദു, മാഡം വരുന്നു, ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഇങ്ങനെയാണോ ജീവിതം നിന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത്? ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള ഉത്തരം നീ തന്നു. പക്ഷെ കാണാതെ പഠിച്ചു പറയുമായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ കണ്ണിൽ പൊടിയിടുമായിരുന്നു അല്ലേ? അയ്യോ മാഡം, ജീവിതത്തിന്റെയും സമയത്തിന്റെ ഒക്കെ വില മനസ്സിലാക്കിയ ഒരാള് ഒരിക്കലും ഓഫീസ് സമയത്ത് ഫോൺ ചെയ്യില്ല. മാഡം ഞാൻ ഇവിടുത്തെ നിയമാവലി CP പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ? മാഡം ഞാൻ ഓർത്തില്ല. ഓർത്തില്ലേ? മറവി രോഗമുള്ള ഒരാൾക്ക് ജോലി ചെയ്യാനുള്ള സ്ഥലമല്ല എന്റെ ഓഫീസ്. 1-ാം തീയതി കൃത്യമായിട്ട് ശമ്പളം വരും. പക്ഷെ 1-ാം തീയതി വരെ അതേ കൃത്യതയോടെ എനിക്ക് വേണ്ടി ജോലിയും ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായി മാഡം. രക്ഷപ്പെടാൻ ദൈവം ഒരു അവസരം തന്നു. അങ്ങനെയാ ആരോ ഒരാൾ തനിക്ക് വേണ്ടി ഇങ്ങോട്ട് അപേക്ഷ അയച്ചത്. ഏൽപ്പിച്ച് ജോലി ചെയ്യുന്നില്ല എന്ന് ദൈവം കണ്ട തന്നതുപോലെ തന്നെ ദൈവം ജോലിന്ന് പുറത്താക്കുകയും ചെയ്യും. ഓർത്തോ? സംശയിക്കണ്ട ഗിരീഷേ, ഇതിന്റെ പിറകിൽ ത്യാഗരാജൻ തന്നെയാ. നമുക്ക് അവകാശപ്പെട്ടതൊക്കെ വിട്ടുതരാൻ പോകുന്ന കാര്യവും കേസ് പിൻവലിക്കുന്നതും അവൻ അറിഞ്ഞു കാണും. കാര്യങ്ങൾ അവന്റെ നിയന്ത്രണത്തിനപ്പുറം പോകുന്നത് അവന് സഹിക്കാൻ പറ്റിക്കാണില്ല. ഈ സ്വത്തും പണവും ലക്ഷ്യം വെച്ചിട്ടായിരിക്കും അവൻ ചന്ദ്രമതിയോടൊപ്പം പറ്റിക്കൂടിയത് തന്നെ. കാര്യങ്ങൾ അവൻ വിചാരിച്ചിടത്തേക്കല്ല പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോ അവനവന്റെ തനി സ്വരൂപം പുറത്തെടുത്തു. രജിസ്ട്രേഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തണ്ടേ അമ്മേ?
സത്യമാണെങ്കിൽ ലീഗലായിട്ട് നീങ്ങണ്ടേ? എന്ത് ലീഗല്? അവന്റെ കാര്യത്തിൽ നമുക്ക് നീതി തരേണ്ട പോലീസ് അവന്റെ കൂടെ നിൽക്കൂ. അതുകൊണ്ട് പോലീസിലൊന്നും പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതുമല്ല, ത്യാഗരാജൻ പലതും മുൻകൂട്ടി കണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ നമ്മുടെ വഴിക്ക് നീങ്ങണം. നിർണായക സമയത്ത് ആശ്രയിക്കാൻ ചില വ്യക്തികളിൽ ഞാൻ പ്രതീക്ഷ വച്ചിരുന്നു. അവരെയും ത്യാഗരാജൻ കൈകാര്യം ചെയ്തിരിക്കുന്നു. അതെന്താ? ആരെക്കുറിച്ചാ മാഡം പറയുന്നത്?